ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്വപ്നവല്ലിയെ പറയുകയാണ്, ഞാൻ എന്തായാലും അവൾക്കെതിരെയുള്ള ഡിവോഴ്സ് കൊടുക്കും. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അത് നീയാണ് തീരുമാനിക്കുന്നത്, ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്, നീയല്ല, മഹേഷാണ് പറയേണ്ടത്. എൻ്റെ മോനാണ് മഹേഷ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം മഹേഷ് കേൾക്കും. ഇനി അവൾ ഈ വീട്ടിൽ വേണ്ട, അവളുടെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും. ഞാൻ ഏതായാലും ആ 101-ാമത്തെ വീട്ടിൽ പോയി ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷിത കയറി വരികയാണ്. അപ്പോൾ ഇഷിത കയറി കഴിഞ്ഞപ്പോഴേക്കും അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ ചിപ്പിമോൾ ഉറങ്ങിയോ? ചിപ്പിമോൾ ഉറങ്ങി മോളെ. മോൾ ഇത്ര നേരം എവിടെയായിരുന്നു? ഹോസ്പിറ്റലായിരുന്നു അച്ഛാ. എങ്കിൽ മോൾക്കൊന്ന് വിളിച്ചു പറയാമായിരുന്നില്ലേ? അച്ഛാ ഒരു ഡോക്ടർ ഹോസ്പിറ്റലിൽ പോയി അവിടെ വൈകുന്നുണ്ടെങ്കിൽ ഓരോരോ കാരണമുള്ളു. ഡോക്ടർ പേഷ്യൻറ്റിൻ്റെ ഒപ്പം തന്നെയായിരിക്കും, അതുകൊണ്ടാണ്. അതൊന്ന് മനസ്സിലാക്കണം അച്ഛാ. ഇത് കേട്ട് നമ്മുടെ സ്വപ്നവല്ലിയാണെങ്കിൽ, നീയേ ഇവിടെ കൂടുതൽ കയറി ഭരിക്കാനായിട്ട് നിൽക്കണ്ട, നീ എന്താണ് ഏതാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളോട് കരുത്ത തീരുമാനം എടുത്തിട്ടുണ്ടെന്നും പറയാണ്. കടുത്ത തീരുമാനം? എന്ത് തീരുമാനം? ഡിവോഴ്സ്. നിന്നെ ഡിവോഴ്സ് ചെയ്യുക, അത് തന്നെയാണ് തീരുമാനം. കൊള്ളാലോ, എങ്കിൽ പിന്നെ ആയിക്കോട്ടെ. അതിനിപ്പോൾ യാതൊരു കുഴപ്പമൊന്നുമില്ല. അല്ല, മഹേഷ് എത്തിയോ? ഇല്ല, മഹേഷ് എത്തിയില്ല. അപ്പോൾ നമ്മുടെ ഇഷിതൊന്ന് ചിരിക്കുകയാണ്. ഓ, നീ എന്തിനാ ചിരിക്കുന്നത്? അല്ല, മഹേഷ് എത്തിയില്ല, അവനെത്തും. അവന് ഓഫീസിലെ ചില തിരക്കുകളൊക്കെ ഉണ്ട്. ആണോ? മഹേഷിന് എന്ത് തിരക്കാണാവോ ഇത്ര ഓഫീസിൽ ഇത്ര നേരം കൊണ്ട്? അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. നീയേ വിഷയം മാറ്റാനായിട്ട് നോക്കണ്ട, ഡിവോഴ്സിനായിട്ട് ഒരുങ്ങിയിരുന്നോ. നീ എന്തൊന്നും മിണ്ടാത്തത്? അല്ല, ഞാനിനി കൂടുതലും മിണ്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നു, അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ ഓരോ കാര്യങ്ങൾ പറയുന്നത്? ഡിവോഴ്സെങ്കിൽ ഡിവോഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഇഷിത റൂമിനകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോഴേക്കും ഈ സ്വപ്നവല്ലിയും അതേപോലെ തന്നെ സ്വപ്നവല്ലിയുടെ മകളും കൂടി, അമ്മയെ പറഞ്ഞത് കേട്ടില്ലേ, അവൾ ഡിവോഴ്സിന് സമ്മതിച്ചെന്ന്. അമ്മ കാലയ്ക്ക് അമ്മയുടെ പ്ലാന് എല്ലാം സക്സസ് ആയി എന്നൊക്കെ പറയുമ്പോൾ രാമൻ പറയാണ്, ഓ എങ്കിലേ കോടതി വിധിയും കൂടി കേട്ടോ എന്നും പറഞ്ഞ് ഈ രാമൻ രണ്ടുപേരുടെ കാരണം നോക്കി പടാന്ന് പറഞ്ഞ് അടിക്കുകയാണ്. ഇവർ ജീവനും കൊണ്ട് നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. കുറച്ചും കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷ് വരികയാണ്. അപ്പോൾ മഹേഷ് വന്നു കഴിഞ്ഞപ്പോഴേക്കും, മോനെ ഇഷിത വന്നിട്ടുണ്ട്. ആണോ? വന്നോ? ഞാൻ അന്നേരം അവളോട് അങ്ങനെ കയർത്തുനിന്ന് സംസാരിക്കണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നല്ല തിരക്കുകളൊക്കെ ഉണ്ടാകും, അതുകൊണ്ടായിരിക്കും അവൾ വൈകുന്നത്. എന്നാലും നിൻ്റെ അമ്മേ ഇവിടെ കടുത്ത തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്ത് തീരുമാനം? ഡിവോഴ്സോ? ആര് തമ്മിലുള്ള ഡിവോഴ്സ്? നീയും ഇഷിതയും തമ്മിലുള്ള ഡിവോഴ്സിൻ്റെ കാര്യമാണ് നിൻ്റെ അമ്മ പറഞ്ഞു കൂട്ടുന്നത്. ഈ അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടുണ്ടായിട്ടാണ്? അമ്മയാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യണോ വേണ്ടേ എന്ന്. നമുക്കൊന്ന് ചുമ്മാ തിരുന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, ഈ കാര്യങ്ങൾ മുഴുവനും പോയി ആ 100 ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ഇഷിതയുടെ അച്ഛനോടും അമ്മയോടൊക്കെ. ഇത് വല്ലാത്തൊരു തലവേദനയായല്ലോ. മനുഷ്യനെ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല, ഒരു ദിവസം ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരികയാണല്ലോ എന്നും പറഞ്ഞ് മഹേഷ് നേരെ അകത്തേക്ക് കയറി പോവുക. അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇഷിത അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇഷിത ചോദിക്കുകയാണ്, നിങ്ങൾ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ, വാ നമുക്ക് എന്തെങ്കിലും കഴിക്കാം, ഞാൻ വിളമ്പി തരാം എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷിനോട് വരാൻ പറയുകയാണ്. ഇഷിതേ സോറി കേട്ടോ ഇഷിതേ. എന്തിനാ സോറി? അല്ല, അമ്മ പറയുന്നൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട. ഓ അതാണോ? അമ്മ ഏതായാലും പറഞ്ഞു നമ്മൾ തമ്മിലുള്ള ഡിവോഴ്സിൻ്റെ കാര്യം. അത് ഇവിടെ മാത്രമല്ല, എൻ്റെ അമ്മയോടും അച്ഛനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പോയി. ഇപ്പോൾ മഹേഷിൻ്റെ തീരുമാനം എന്താണ്? ഞാനതിൽ കൂടുതലൊന്നും പറയാനായിട്ട് പോയില്ല. അവർ പറയുന്നത് എനിക്ക് അവിഹിതം ഉണ്ടെന്നാണല്ലോ. പിന്നെ അവരുടെ മുന്നിൽ എനിക്കൊന്നും സംസാരിക്കാനായിട്ട് പറ്റില്ലല്ലോ ഇഷിത. അമ്മ അങ്ങനെ പലതും പറയും ഇഷിത, അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. ഞാൻ കാര്യമാക്കിയിട്ടൊന്നുമില്ല, പക്ഷേ എൻ്റെ അച്ഛൻ്റെ മനസ്സ് ഒരുപാട് വേദനിക്കും ഇതെല്ലാം കേൾക്കുമ്പോൾ. അവരുടെ മാനസികാവസ്ഥ കൂടി ഞാൻ മനസ്സിലാക്കണമല്ലോ. അതൊന്നും നിങ്ങളുടെ അമ്മ ചിന്തിക്കുന്നില്ല. പിന്നെ ചിപ്പിയെ കാര്യങ്ങൾ പറഞ്ഞ് വിഷമിപ്പിക്കാനായിട്ട് പാടില്ലല്ലോ. ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇഷിതയ്ക്കൊരു കോൾ വരുന്നത്. അച്ഛനാ വിളിക്കുന്നത്. നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കോൾ എടുക്കുക. പിന്നെ എന്താ അച്ഛാ വിളിച്ചത്? ചുമ്മാ വിളിച്ചാ മോളെ. അതെ, മോള് നാളെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിർത്തണേ. മോളിപ്പോൾ വീട്ടിൽ തന്നെയല്ലേ? അതെ അച്ഛാ, ഞാൻ വീട്ടിൽ തന്നെയാണ്. എങ്കിൽ അച്ഛന് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്. ശരി അച്ഛാ, ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. വളർത്തിയതിൻ്റെ ശിക്ഷയെല്ലാം എൻ്റെ അച്ഛൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനാണ്? പിന്നെ എൻ്റെ അച്ഛനായി പോയില്ലേ, മകളും ആയിപ്പോയി, എല്ലാം സഹിച്ചല്ലേ മതിയാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇഷിത അങ്ങോട്ട് നേരെ പോവാണ്. പിന്നീട് കാണിക്കുന്നത് ഈ ആകാശിനെയാണ്. അപ്പോൾ ആകാശിനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. ദൈവമേ, എവിടെയായിരിക്കും ആദ്യം? ആക്സിഡൻറ്റിൽ ആദ്യം മരിച്ചിട്ടുണ്ടാവോ അല്ലെങ്കിൽ ജീവനോടെ ഉണ്ടോ? ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഏതായിരിക്കും ആ സ്ത്രീ? ആദ്യം ഒരു സ്ത്രീ കാറിൽ കയറ്റിക്കൊണ്ട് പോയെന്നാണല്ലോ പറഞ്ഞത്. ആരായിരിക്കും ആ സ്ത്രീ? എങ്ങോട്ടായിരിക്കും ആദ്യയെ കൊണ്ടുപോയത്? ഇതെന്താ ഇപ്പോൾ ചെയ്യുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആദ്യക്കപ്പോൾ ഈ
ആകാശിനൊരു കോള് വരികയാണ്. അപ്പോൾ ആകാശിൻ്റെ കോള് ജോയി ആയിരുന്നു അത്. അപ്പോൾ ജോയി പറയുകയാണ്, ദേ ആകാശേ, പേടിക്കാനൊന്നുമില്ല. പിന്നെ ആദ്യയെക്കുറിച്ചൊരു വിവരവുമില്ല, സ്കൂളിലെത്തിയിട്ടുമില്ല. പിന്നെ മരണവിവരമോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോ എന്നൊന്നും അറിയാനും പാടില്ല. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ. ആ ശരി, ഏതായാലും ഉറപ്പാണല്ലോ സ്കൂളിലെത്തിയിട്ടില്ലെന്നേ, അവരത് മറച്ചു വെച്ചിരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. അപ്പോൾ ആകാശ് വീണ്ടും ചിന്തിക്കുകയാണ്, ഇതെന്തിനാണ് സ്കൂളുകാരെന്തിനാ ഇതിങ്ങനെ മറച്ചു വെച്ചത്? പോലീസ് കേസായിട്ടില്ല, പിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടില്ല, മരണവിവരം റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പിന്നെ എവിടെയായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് ഈ ആകാശിന് പരിചയമുള്ള ഒരു പോലീസുകാരനെ വിളിക്കുകയാണ്. ആ ആകാശേ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? താൻ കുറേ നാളായാലോടോ വിളിച്ചിട്ട്. ഏയ് ചുമ്മാ വിളിച്ചതാ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അതെ, ഈ ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുമോ? ഇത് കഴിഞ്ഞപ്പോഴേക്കും എന്താണ്, നിൻ്റെ കാറ് വല്ലയിടത്തും കൊണ്ട് തട്ടിയോ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കൈകാര്യം ചെയ്ത് തന്നോളാം. അയ്യോ അങ്ങനെയൊന്നുമില്ല, എൻ്റെ കാർ എങ്ങോട്ട് തട്ടാൻ, എങ്ങും തട്ടിയില്ല. എന്നാൽ ശരി, നീ നിൻ്റെ ജോലി ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. എന്നാലും ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് എന്താ റിപ്പോർട്ട് ചെയ്യാതിരുന്നത്? അപ്പോൾ ഇത് രചന കേട്ടുകൊണ്ട് വരികയായിരുന്നു. എന്താ ആക്സിഡൻറ്റോ? ആർക്കാ ആക്സിഡൻറ്റ്? അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചാണ് അവനെ. അപ്പോൾ അവനോട് ആക്സിഡൻ്റെ കാര്യം പറയുമായിരുന്നു. അല്ല, അപ്പോൾ നമ്മുടെ ആദിയുടെ കാര്യം കൂടെ ഒന്ന് സംസാരിക്കുന്നില്ലേ? ആദിയുടെ കാര്യം എന്ത് സംസാരിക്കാനായിട്ട്? അല്ല, ആദി മിസ്സിങ് ആണെന്ന്. മിസ്സിങ്ങോ? ആര് പറഞ്ഞു ആദി മിസ്സിങ് ഉണ്ടെന്ന്? അല്ല, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഭയമുണ്ട്. അങ്ങനെയൊന്നുമില്ല. ആദി സ്കൂളിലെത്തിയിട്ടുണ്ട്. ആദ്യ സ്കൂളിൽ ഇരുന്ന് സൂപ്പറായിട്ടിരുന്ന് പഠിക്കുക. എങ്കിൽ പിന്നെ ഞാനിന്ന് സ്കൂളിലേക്ക് ഒന്ന് വിളിക്കട്ടെ, അവൻ്റെ ശബ്ദമെങ്കിലും എനിക്ക് കേൾക്കണം. കേൾക്കാതെ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. രചന, നിർത്ത്. എന്തിനാ സ്കൂളിലൊക്കെ വിളിച്ച് അവരെ വെറുതെ ഡിസ്റ്റർബൻസ് ചെയ്യുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ല. അവനൊരാപത്തും പറ്റിയിട്ടില്ലെന്നേ, അവൻ അവിടെ തന്നെയുണ്ട്. ഞാനല്ലേ പറയുന്നത്, എന്ത് വിശ്വസിക്കാൻ പാടില്ലേ? നിനക്കിപ്പോൾ എന്താ കുഴപ്പമെന്നറിയാമോ? ആദ്യം ഒരാഴ്ച ഇവിടെ വന്ന് നിന്നില്ലേ, അപ്പോൾ അവനെ പിരിയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണ് നീ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിച്ചു കൂട്ടുന്നത്. അതൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട. ദേ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇയാൾക്കാണെങ്കിൽ ആകെ ടെൻഷൻ. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ചിപ്പിയെ കുളിച്ച് നല്ല സുന്ദരിയായിട്ട് ഒരുക്കുകയാണതേ. അമ്മ ഇപ്പം മോളുടെ അടുത്ത് വരാൻ ഒരുപാട് വൈകുന്നുണ്ടല്ലേ, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ? അമ്മയ്ക്ക് ഒരുപാട് തിരക്കുള്ളത് കൊണ്ടാണ്. പേഷ്യൻ്റ് ഒത്തിരി ഉണ്ടേ. ഒരു ചേട്ടനെ ഇപ്പം സുഖമില്ലാതെ വന്നിരിക്കുക, സീരിയസാ. ആ ചേട്ടൻ്റെ കൂടെ തന്നെ നിൽക്കണ്ടേ, അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണ്ടേ? ആണോ അമ്മേ? അപ്പോൾ ഇനിയും കുറേ കുട്ടികളൊക്കെ വരുമോ? അതൊന്നും പറയാൻ പറ്റില്ല. അമ്മ ഒരു ഡോക്ടറല്ലേ, ആര് വന്നാലും നല്ല രീതിയിൽ ചികിത്സിക്കണ്ടേ. ഇനിയേ മോളുടെ കാര്യങ്ങൾ പതിയെ മോളും ചെയ്ത് പഠിക്കാനായിട്ട് തുടങ്ങണം. അല്ലാതെ ഈ കെട്ടിക്കാരായ പെണ്ണിനെയാണോ അമ്മ കുളിപ്പിക്കുന്നത്? ദേ അതൊന്നും ശരിയാവില്ലല്ലോ. അല്ലമ്മേ, ഞാൻ ആരെയാ കെട്ടാൻ പോകുന്നത്? ആരെയാ? ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഏയ്, ഞാൻ ആരെയും കണ്ടുവച്ചിട്ടില്ല. അമ്മ പറഞ്ഞാൽ മതി, അയാളെ ഞാൻ കല്യാണം കഴിച്ചോളാം. ഓഹോ അങ്ങനെയാണല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഇഷിത പറയാണ്. അതെ, ഇനി അധികം നാളാകുമ്പോൾ ഇവിടെ ഉണ്ടാവില്ലല്ലോ. അതെന്താ? അമ്മയെ ഡിവോഴ്സ് ചെയ്യാൻ പോലും. ഡിവോഴ്സോ എന്ന് വെച്ചാൽ രചനമ്മയെ പോലെ അമ്മയും ഒഴിവാക്കാൻ പോവുക. ഇനി ഇവിടെ ഉണ്ടാവില്ല. ആരാ അത് പറഞ്ഞത്? മോളുടെ അച്ഛമ്മ തന്നെയാണ് പറഞ്ഞത്. അച്ഛമ്മയല്ലേ പറഞ്ഞത്? എൻ്റെ അമ്മ എങ്ങോട്ടും പോവില്ല. എൻ്റെ അമ്മയെ എനിക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. എൻ്റെ അമ്മയെ എനിക്ക് കൂടെ തന്നെ വേണം. ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ ഒരു കഥ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴേ എൻ്റെ അമ്മയുടെ വാലിൻ്റെ കൂടെ തന്നെ ഞാനും ഉണ്ടാകും. അപ്പോൾ ഇവർ രണ്ടൊരു ഭയങ്കര സ്നേഹപ്രകടനങ്ങൾ നടത്തുകയാണ്. ഇതേ സമയം തന്നെ ഇഷിതയുടെ വീട് കാണിക്കുകയാണ്. അപ്പം അച്ഛനും അമ്മയും കൂടി സംസാരിക്കണം. ഏതായാലും അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനല്ലേ വിളിച്ചത്. ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോള് വരാതിരിക്കില്ല, വന്നിട്ടേ പോകുള്ളൂ. പക്ഷേ അന്നത്തെ പോലെ അവളുടെ കണ്ണ് നിറച്ച് വിടരുത്. കാരണം നമ്മളന്ന് പറഞ്ഞത് തന്നെ അവൾക്ക് ഭയങ്കര സങ്കടമായിരിക്കുകയാണ്. അത് ശരിയാ, നല്ല രീതിയിൽ തന്നെ അവളോട് സംസാരിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇവരൊരു തീരുമാനം എടുക്കുക. അങ്ങനെ പിന്നെ സ്വപ്നവല്ലിയെ കാണിക്കണം. അപ്പോൾ സ്വപ്നവല്ലിയുടെ അടുത്തേക്ക് നമ്മുടെ രാമൻ പോയിട്ട് ചോദിക്കുകയാണ്, നിൻ്റെ തീരുമാനത്തിൽ നീ ഉറച്ചാണോ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ, അവളെ ഡിവോഴ്സ് ചെയ്യണം, അല്ലാതെ രക്ഷയില്ല, ഞാൻ ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. എങ്കിലേ നീ ശരിക്കും അനുഭവിക്കോട്ടോ സ്വപ്നവല്ലി എന്നിങ്ങനെ പറയുക. അപ്പോൾ നമ്മുടെ ഇഷിത ചിപ്പിയായിട്ട് വരികയാണ്. ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. മോളെ, നീ ഭക്ഷണമൊക്കെ വിളമ്പി കഴിക്കണം കേട്ടോ. ദേ എല്ലാം കഴിക്കണം. പിന്നെ അച്ഛാ, കൊച്ചിനെ ഒന്ന് ബസ് കയറ്റി ഒന്ന് വിടണേ. ശരി മോളെ. അല്ല മോളെ, നീ എങ്ങോട്ടാ മോളെ? ഞാനേ പോവാണ്. അല്ല മോള് കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട, ഒരു ഗ്ലാസ് ചായെങ്കിലും കുടിക്ക്. ഓഹ് വേണ്ടെന്നേ,
ഏതായാലും എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോവാണല്ലോ. അപ്പം എനിക്ക് ഒരു വീടുണ്ടല്ലോ, ആ വീട്ടിൽ പോയി കഴിക്കാൻ കുടിക്കുകയൊക്കെ ചെയ്യാമല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ഇഷിത നേരെ അവരുടെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ നമ്മുടെ ആനന്ദവല്ലി പറയാണ്, സ്വപ്നവല്ലി പറയാണ്, കണ്ടില്ലേ അവളുടെ അഹങ്കാരം കണ്ടില്ലേ? അഹങ്കാരമല്ല, നിനക്കിപ്പോൾ ഇഷിതയുടെ നല്ലത് കിട്ടും. ഇഷിത തന്നെ അടിക്കുമെന്നോ? കണ്ടോ ചിപ്പിമോളെ പറയുന്നത് കേട്ടില്ലേ? മോളുടെ അമ്മ എന്നെ അടിക്കുമെന്ന്. അടിക്കും. അച്ചമ്മക്ക് വായ വെച്ച് വെറുതെ ഇരുന്നൂടെ? എൻ്റെ അമ്മയെ ഡിവോഴ്സ് ചെയ്യണമെന്ന് പറയാൻ അച്ചമ്മ ആരാ? എൻ്റെ അച്ഛനാ തീരുമാനിക്കേണ്ടത് ഡിവോഴ്സ് ചെയ്യണോ വേണ്ടേന്നൊക്കെ. അതിൽ അച്ചമ്മ കയറി ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ചിപ്പി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ തള്ള കിടന്ന് ഭയങ്കര കരച്ചിൽ. അങ്ങനെ ഇഷിത അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഇഷിതയോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. ഡിവോഴ്സ് ചെയ്യുമെന്നോ? ചെയ്യട്ടെന്നേ. സ്വപ്നവല്ലിയും രാമനും തമ്മിൽ ഒട്ടും ചേർച്ചയില്ല, ഡിവോഴ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്താ പറഞ്ഞത്? അല്ല മോളെ, നിന്നെയും മഹേഷിനെയും ഡിവോഴ്സ് ചെയ്യുന്ന കാര്യമാണ് അവർ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. അതാണ് കാര്യം. അതൊക്കെ മഹേഷിനോടല്ലേ അമ്മയെ സംസാരിക്കേണ്ടത്, എന്നോടാണോ സംസാരിക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത ഒന്നും അറിയാത്ത രീതിയിൽ അവിടെ അങ്ങനെ സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് ഇവരൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.